നമസ്കാരം. 100 സീറ്റിന് മുകളിൽ ഈ ഒരൊറ്റ ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയുള്ള മിനിറ്റുകളിൽ തന്നെ കോൺഗ്രസ് എത്തിച്ചേർന്നിരുന്നത്. 5 ജില്ലകളിലെ ക്ലീൻ സ്വീപ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രഖ്യാപിച്ചു. അങ്ങനെ UDF 100 സീറ്റിന് മുകളിലേക്ക് വരും എന്ന്. എന്നാൽ പിന്നീട് അവകാശവാദങ്ങളിൽ മെല്ലെ മെല്ലെ നിശബ്ദത പരക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ കണക്കുകൾ എവിടെ നിന്നാണ്, ഏതൊക്കെ സീറ്റുകളാണ് കിട്ടുക, കൂടുതലായി ലഭിക്കും എന്ന് പറയുന്ന 29 സീറ്റ് ഏതൊക്കെയാണ്, നിലവിലെ 42 സീറ്റ് നിലനിർത്താൻ കോൺഗ്രസിനാകുമോ, അത് കഴിഞ്ഞാണല്ലോ 29 സീറ്റ് കൂടുതലായി നേടുന്നത്, ഇതൊക്കെ സാധ്യമാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരാൻ തുടങ്ങിയപ്പോൾ നൈസായിട്ട് നേതൃത്വം നിശബ്ദമായി. എന്നാൽ 100 സീറ്റ് അമിത ആത്മവിശ്വാസമായിരുന്നു എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് കോൺഗ്രസ് UDF നേതൃത്വത്തിൻ്റെ കയ്യിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകളിൽ 80 സീറ്റിൽ അധികാരം എത്തും, 80 സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിലെത്തും എന്ന കണക്കിൽ അന്തിമ നിഗമനത്തിലാണത്രേ UDF എത്തിയത്. നേരത്തെ CPMൻ്റെ കണക്കിലും 80 ആയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ മാഷ് 90-ൽ കുറയാത്ത സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത്. അതേസമയം UDFൻ്റെ അടിത്തട്ട് വിവരശേഖരണത്തിൻ്റെ തുടർച്ചയായി അവർക്ക് ലഭിച്ച കണക്കുകൾ 100 സീറ്റ് എന്നത് അമിത ആത്മവിശ്വാസമാണ് എന്ന് തെളിയിക്കുന്നതായി മലയാള മനോരമ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി മിഥുൻ കുര്യാക്കോസിന്റെ റിപ്പോർട്ടിൽ ചില മന്ത്രിമാരടക്കം തോൽക്കുമെന്ന് പറയുമ്പോൾ തന്നെ 80 സീറ്റുകൾ നേടി കഷ്ടിച്ച് അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഇതേസമയം അവരുടെ 80-ൽ ഉറപ്പിച്ച സീറ്റുകളിൽ തൃക്കരിപ്പൂരും നേമവും കഴക്കൂട്ടവും അടക്കം നിരവധി സീറ്റുകളുണ്ട് എന്നത് പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ഇത്തരം സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ആ 80 സീറ്റിൻ്റെ ഉറപ്പ് എത്രയുണ്ടെന്ന ചോദ്യം ഉയരും. അതവിടെ നിൽക്കട്ടെ. ഏതൊക്കെയാണ് ആ 80 സീറ്റ് എന്ന് നമുക്ക് നോക്കാം. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനോരമ റിപ്പോർട്ടിൽ തരംഗം പ്രതീക്ഷിക്കുന്നില്ല എന്ന് അവരുടെ ആ നിഗമനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ആശങ്കകളില്ലെങ്കിലും പുതുപ്പള്ളി അടക്കം UDF അനുകൂല തരംഗമുണ്ടായ സീറ്റുകളുടെ എണ്ണം കൂടും എന്നാണ് പാർട്ടി കരുതുന്നത്. ഇനി തരംഗമുണ്ടെങ്കിൽ ഭരണം കിട്ടും, അല്ലെങ്കിൽ 100 സീറ്റ് എന്ന നിലയിലേക്ക് കടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. നമുക്ക് ഓരോ ജില്ലയും നോക്കാം. തിരുവനന്തപുരത്ത് കോവളം നിലനിർത്തും. നിലവിൽ കോവളമാണ് തിരുവനന്തപുരത്തുള്ളത്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അരുവിക്കര എന്നിവിടങ്ങളിൽ ഉറച്ച വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്ന കാട്ടാക്കടയിൽ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. വാമനപുരത്തും ചിറയിൻകീഴിലും വൻ വിജയം വരും. BJPക്ക് സ്വാധീനമുള്ള നേമത്തും കഴക്കൂട്ടത്തും നേരിയ വോട്ടിന് മുന്നിൽ കയറാം എന്ന കണക്കാണ് സ്ഥാനാർത്ഥികളായ KS ശബരിനാഥനും T ശരത്ചന്ദ്ര പ്രസാദും പങ്കുവയ്ക്കുന്നത്. ഇനി കൊല്ലം, കുന്നത്തൂർ, കരുനാഗപ്പള്ളി എന്നീ സീറ്റുകൾ നിലനിർത്തും. കൊല്ലം പിടിച്ചെടുക്കും. ചവറയിലും കുന്നത്തൂരിലും RSP ജയിക്കും. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും ശക്തമായ മത്സരം. ആലപ്പുഴയിൽ, അമ്പലപ്പുഴയിൽ G സുധാകരൻ വന്നതുകൊണ്ട് വലിയ തോതിലുള്ള മത്സരം നടന്നു. അമ്പലപ്പുഴ ജയിക്കും. ഹരിപ്പാട് നിലനിർത്തും. അരൂരിലും കുട്ടനാട്ടിലും ഉറച്ച പ്രതീക്ഷ. കായംകുളത്ത് ശക്തമായ മത്സരം. ആലപ്പുഴയിൽ വോട്ട് ഉയർന്നത് ഗുണം ചെയ്യും എന്നാണ് ആലപ്പുഴയിലെ സ്ഥിതി. കോട്ടയം, പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവ നിലനിർത്തും. പാലയിൽ മാണി C കാപ്പൻ ജയിക്കും. ഏറ്റുമാനൂരിൽ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇടുക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം UDF തരംഗം നിയമസഭാ വോട്ടിലും ഉണ്ടായെന്ന് ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നു. ഇടുക്കി മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്നാണ് UDFൻ്റെ കണക്ക്. ഇടുക്കി മണ്ഡലത്തിൽ UDFന് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാകും. CPM സ്ഥാനാർത്ഥിയായിരുന്ന S രാജേന്ദ്രൻ വോട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും. അത് ഇടതു വോട്ടുകൾ ആയിരിക്കും അതിൽ എന്നാണ് UDFൻ്റെ കണക്ക്. പത്തനംതിട്ട കോന്നി ഒഴികെ എല്ലാ സീറ്റിലും ജയിക്കും. ആറന്മുള മന്ത്രി വീണ ജോർജ് തോൽക്കും. അബിൻ വർക്കി ജയിക്കും. എറണാകുളം കുന്നത്തുനാട് ഒഴികെ 13 സീറ്റും ജയിക്കും. കൊച്ചിയിലും തൃപ്പൂണിത്തറയിലും വിജയിക്കും. കുന്നത്തുനാട് നടന്നത് വാശിയേറിയ മത്സരമാണ്. നേരിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് വിലയിരുത്തുന്നുണ്ട്. തൃശ്ശൂർ, ചാലക്കുടി, തൃശ്ശൂർ, മണലൂർ സീറ്റുകളിൽ ജയിക്കും. കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, ഒല്ലൂർ സീറ്റുകൾ പിടിച്ചെടുക്കും എന്നാണ് വിലയിരുത്തൽ. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്, പാലക്കാട് ഉറപ്പായും വിജയിക്കും. ഷൊർണൂർ, പട്ടാമ്പി, നെന്മാറ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. മലമ്പുഴയിൽ വോട്ട് കുറഞ്ഞേക്കാം, പക്ഷേ ജയിക്കും എന്നാണ് പറയുന്നത്. മലപ്പുറം UDF വിജയം ഉറപ്പ് എന്ന് ഉറച്ച പ്രതീക്ഷയാണ്. ആകെ സീറ്റുകളിൽ തവനൂരിലും പൊന്നാനിയിലും ശക്തമായ മത്സരമാണ് എന്നും പറയുന്നു. അതായത് VD സതീശൻ പറഞ്ഞ ക്ലീൻ സ്വീപ്പിൽ ഒരു ജില്ല പിന്നെ മലപ്പുറമാണ്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി, കൊയിലാണ്ടി, നാദാപുരം, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, വടകര എന്നിവയിൽ ഉറപ്പായും ജയിക്കും. ശക്തമായ മത്സരം നടന്ന തിരുവമ്പാടിയിൽ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാം എന്നാണ് വിലയിരുത്തൽ. ശക്തമായ തരംഗമുണ്ടായാൽ കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, പേരാമ്പ്ര, കുന്നമംഗലം എന്നിവയും പിടിച്ചെടുക്കാം. അങ്ങനെ കോഴിക്കോട് സമ്പൂർണ്ണമായി UDFന് ലഭിക്കും എന്നാണ് നിലവിലെ കണക്കിൽ അവർ നിഗമനത്തിലെത്തുന്നത്. വയനാട്ടിൽ 3 സീറ്റാണ് വയനാട്ടിലുള്ളത്. അത് 3ഉം UDFന് കിട്ടും. കണ്ണൂരിൽ പേരാവൂറും ഇരിക്കൂറും നിലനിർത്തും. കണ്ണൂർ സിറ്റി പിടിച്ചെടുക്കും.
അഴീക്കോട്ടും കൂത്തുപറമ്പിലും ശക്തമായ മത്സരം. ഇടതുകോട്ടയായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും വോട്ട് വിഹിതം ഉയർത്തും. കാസർഗോഡ് മഞ്ചേശ്വരം നിലനിർത്തും. കാസർഗോഡ് തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ വിജയം പ്രതീക്ഷിക്കുന്നു. ഉദുമയിൽ ശക്തമായ മത്സരം എന്നാണ് കണക്കുകൾ പറയുന്നത്. കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മനോരമയിലെ ഈ വാർത്തയിൽ ഏകോപിപ്പിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ UDFന്റെ നിഗമനം അവതരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ കടുത്ത മത്സരം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് എന്ന് UDFും ഉറപ്പിക്കുന്നു. 100 സീറ്റിന് മുകളിൽ എന്നത് സംഭവിക്കണമെങ്കിൽ അത്ഭുതം ഉണ്ടാകണം എന്ന് അവർ തന്നെ പറയുന്നു. അസാധാരണമായ അടിയൊഴുക്കുണ്ടാകണം. അതുണ്ടായിട്ടുണ്ടോ എന്നത് നിലവിൽ സൂചനകളിൽ നിന്നൊന്നും വ്യക്തമല്ല. അത് പറയുമ്പോൾ ചില അനിഷ്ടക്കാർ തെറി വിളിക്കാൻ വരും. മെസ്സഞ്ചറിലും വാട്സപ്പിലും ഒക്കെ നിരന്തരം അക്രമാസക്തരായി കടന്നു വരുന്നുണ്ട് സമീപ ദിവസങ്ങളിൽ. അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. കോൺഗ്രസിൻ്റെ തന്നെ വിലയിരുത്തൽ. ഇനി ആരായാലും അധികാരത്തിൽ വന്നാൽ അത് കഷ്ടിച്ചുള്ള ഭൂരിപക്ഷത്തിലായിരിക്കും എന്ന് ഉറപ്പിക്കുന്നതാണ് കോൺഗ്രസിൻ്റെയും കണക്കുകൂട്ടൽ. കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ തെറ്റുമോ ശരിയാകുമോ അല്ലെങ്കിൽ UDF ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ നമ്മളും ആളല്ല. ചിലപ്പോൾ അവർ വന്നേക്കാം, ചിലപ്പോൾ LDF വന്നേക്കാം എന്നുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലുള്ള വിശദാംശങ്ങൾ വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലുകളാണല്ലോ നമ്മൾ നടത്തുക. അതുകൊണ്ട് അതിലൊന്നും അന്തിമമായി പറയാൻ ഓരോരുത്തരും പരസ്പരം അവകാശവാദം ഉന്നയിക്കാൻ ആളുകളല്ല. അവരുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കാം എന്നേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതീക്ഷകൾ അവരവരെ രക്ഷിക്കട്ടെ എന്നേ പറയാനാകൂ. അന്തിമമായി ജനം തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒറിജിനൽ റിസൾട്ട് അറിയാൻ മെയ് 4 വരെ കാത്തിരുന്നേ മതിയാവും. അതുവരെ നമുക്ക് നമ്മുടെ ആകാംക്ഷ പൂരിപ്പിക്കാൻ ഇതുപോലുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കാം എന്ന് മാത്രം. അപ്പോൾ കാത്തിരിപ്പ് തുടരുക. നന്ദി, നമസ്കാരം.